സത്യം പറയാലോ, ഞാൻ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ ആ ഒരു ചലഞ്ചിങ് വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ. കണ്ടപ്പോഴാണ് എനിക്ക് ഉണ്ടാക്കണമെന്നൊരു ആഗ്രഹം വന്നത്. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ വാങ്ങിയത്. മെറ്റീരിയൽ വാങ്ങി ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തത് നമ്മളെ മൈൻഡിൽ വരും. അതുകൊണ്ടാണ് അടുത്തടുത്ത ദിവസങ്ങളിലും അടുത്തടുത്ത് ആയിട്ട് ഹെയർ ബാൻഡിൻ്റെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാം വേറെ വേറെ മോഡലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇങ്ങനെ ഇതുണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് ഇതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയാൽ മറ്റൊരു ഹെയർ ബാൻഡ് മറ്റൊരു മോഡലാക്കാൻ പറ്റുമെന്ന് കൂടി മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഉണ്ടാക്കി വീഡിയോ എടുത്തിട്ട് മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം ഈ ഫ്ലവർ ബീഡ് എടുത്തിട്ട് ഒരു സ്റ്റഡ് കമ്മൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെയർ ബാൻഡിൻ്റെ ഫൈനലാണോ, എന്ത് ഭംഗിയാലേ കാണാൻ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഓരോ ഹെയർ ബാൻഡും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു കമ്മൽ കൂടെ ഉണ്ടാക്കി. ഇനി ഈ ഒരു ഹെയർ ബാൻഡും ആ ഒരു കമ്മലും ഒരുമിച്ച് ഇട്ടിട്ട് മാച്ചാക്കി പോകാം. അപ്പോൾ എന്തായാലും ഞാനിടില്ല, എൻ്റെ മോൾക്ക് കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹെയർ ബാൻഡൊക്കെ ഇടേണ്ട പ്രായം കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്റ്റഡ്. ഈ സ്റ്റഡും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സ്റ്റഡ് എന്തായാലും ഞാനിടും, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.